ഹലോ. സമയം ഉച്ചക്കൊരു 2:45 ചോറ് കഴിക്കാൻ കുറച്ച് ലേറ്റായി പോയി. കണ്ണൂര് നല്ലൊരു ഊണ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ഏതാ. അപ്പം നേരെ ഇങ്ങോട്ട് വന്ന് കുറച്ച് ചോറ് മതീന്ന് പറഞ്ഞ് പിന്നെ ഒരു അയക്കൂറ പൊരിച്ചതും വാങ്ങിച്ച്. ഭയങ്കര ചൂടാപ്പീന്. വെശക്കുകയും ചെയ്യുന്നു, ഇത് തൊടുമ്പം പൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയല്ലോ കൈയെല്ലാം പൊള്ളിച്ചോണ്ട് ചെറിയൊരു കഷ്ണം അയക്കൂറേൻ്റെ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് സാമ്പാറും മീൻകറിയും കൂട്ടി കുഴച്ച വെള്ളക്കുറുവേരിൻ്റെ ചോറില്ലേ, അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കഴിച്ച് നോക്കിയേ. ഞാനവിടെ എത്തുമ്പോഴത്തേക്കും മട്ടണെല്ലാം കംപ്ലീറ്റ് കാലിയായിന്. പിന്നെ ഇത് സ്നേഹത്തിൻ്റെ പുറത്താണ് കാടുന്ന വന്ന ലേശം മട്ടൻ്റെ കറി മാത്രം. അത് ലേശം ആ മീൻകറി പെരങ്ങിയിട്ടുള്ള ചോറില്ലേ, അതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് എന്നിട്ട് വാഴയിലേൻ്റെ സൈഡിൽ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടേനു, അതും കൂട്ടിച്ചേർത്ത് അതിൻ്റെ കൂടെ പിന്നെ അച്ചാറും കൂട്ടിച്ചേർത്ത് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് എല്ലാം കൂടെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമോ പിന്നെ ആ ചൂട് അയക്കൂറയിലോട്ട് കൈവച്ചേ ചെറിയൊരു അയക്കൂറേൻ്റെ കഷ്ണം ഇതിങ്ങനെ നീക്കി നീക്കി എടുത്തിട്ട് ആ എണ്ണയും പിന്നെ അതിൻ്റെ മേലെ ഇട്ടിയ അരിപ്പൊടിയും മസാലയും എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് മട്ടൻ കറി കൂട്ടി കുഴച്ച് ചോറിലോട്ട് ഇതിങ്ങനെ വെച്ചിട്ട് വാരി എടുത്തിട്ട് എൻ്റെ വണ്ടീൻ്റെ പണിയെടുക്കുന്നതിൻ്റെ ഇടക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വയറൊന്നും ഫുള്ളായിട്ടില്ല, ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ വണ്ടീൻ്റെ പണിയെല്ലാം തീർത്ത ശേഷം വൈകുന്നേരം കുറച്ച് വിശദമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്പോട്ടിൽ പോയി. വണ്ടീൻ്റെ ബമ്പറിൽ അയച്ചു കണ്ട് ടെൻഷൻ അടക്ക് വിശദമായിട്ട് കഴിക്കാനും പറ്റിയില്ല. പിന്നെ പണിയെല്ലാം കഴിഞ്ഞേരോ ഒന്ന് റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പാടന്നെ ഒരു ബിരിയാണി കഴിക്കണം. അപ്പോൾ ആ ഒരു ലക്ഷ്യം മാത്രം വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നത്. എന്നിട്ട് ഇവിടുന്ന് ഒരു ഫുൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ്റെ ലെഗ് പീസ് വേണ്ടേ വേണ്ടാന്ന് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്തേ അവരോട് പറഞ്ഞേ. സ്വതവേ ഇടുന്ന എല്ലാവരും പ്ലേറ്റിലാണ് കേട്ടോ ബിരിയാണി കഴിക്കാറ്. ഞാൻ അവരോട് ചോദിച്ചു വാഴയിലയിൽ ബിരിയാണി സെർവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഓ പിന്നെന്താ ഒരു 2 മിനിറ്റ് ഒന്ന് വാഴയില പറിച്ചിട്ട് വരുന്നതെന്ന്. അങ്ങനെ വാഴയില പറിച്ച് വന്ന് അതിൻ്റെ അകത്താണ് കേട്ടോ ഇവർ ഇവിടുന്ന് എനിക്ക് ബിരിയാണി സെർവ് ചെയ്ത് തന്നത്. ഇത് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഇന്ദ്രനോ ചന്ദ്രനോ ഒന്നും നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മളെ സ്ഥിരം രീതിയിൽ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ച് നോക്കിയ ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ഒന്ന് കുഴച്ചിട്ട് ഇതിങ്ങനെ വാരി എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയേ. നല്ല ബിരിയാണി കേട്ടോ. പിന്നെ ആ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും തൈര് സലാഡെല്ലാം കൂട്ടിയിട്ട് ബിരിയാണി റൈസ് നൈസായിട്ട് അവിടെ കുഴച്ചവിടെ വെച്ച് എന്നിട്ട് പിന്നെയും ആ പൊരിച്ച ചിക്കനില്ലേ അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇതിങ്ങനെ പറിച്ചിങ്ങോട്ട് എടുത്ത് മെല്ലെ എന്നിട്ട് ആ റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടിട്ട് വരുന്ന ഒരു ദം ബിരിയാണിയാണ് അത്. 160 റുപ്യാണ് 2 പീസ് ചിക്കൻ ബിരിയാണീൻ്റെ റേറ്റ്. ഒരു പീസും ഫുൾ റൈസിന് 120 റുപ്യ. അപ്പം ബിരിയാണി പതുക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഞാനെടുത്ത മന്തി ഓർഡർ ചെയ്ത്. ഒരു അൽഫാം ചിക്കൻ മന്തി. ഇവിടെ നിലവിൽ 2 ടൈപ്പ് മന്തിയാണുള്ളത്. ഒന്ന് നോർമൽ ചിക്കൻ അൽഫാം മന്തിയും ഒന്ന് പെരി പെരി ചിക്കൻ അൽഫാം മന്തിയാട്ടോ. ഞാൻ കഴിച്ചത് നോർമലാണ്. ആ പെരി പെരിൻ്റെ ഫ്ലേവർ മന്തീൻ്റെ കൂടെ വരുമ്പോൾ അത്ര ഒരു ഇഷ്ടമല്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ മന്തി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ റൈസിൻ്റെ ഫ്ലേവറിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മതിപ്പും ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിച്ചു നോക്കിയാലോ ഭയങ്കര മന്തി എന്നെല്ലാം പറഞ്ഞിട്ട് ഇരുട്ടി മട്ടന്നൂർ സൈഡിൽ നിന്നെല്ലാം കൊടുക്കുന്ന മന്തി റൈസ് ഇല്ലേ, ആ റൈസിനേക്കാളും എത്രയോ നല്ല ഫ്ലേവർഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. 220 റുപ്യാണ് ഈ ക്വാർട്ടർ ചിക്കൻ അൽഫാം മന്തീൻ്റെ റേറ്റ്. ഒരിക്കൽ കഴിച്ചാൽ നമ്മളെ പിന്നെയും 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 കഴിക്കാൻ തോന്നിപ്പിക്കുന്ന ആ ഒരു മന്തി റൈസിൻ്റെ ഫ്ലേവറില്ലേ, അത് ശരിക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഈ അൽഫാം വലിയ കുഴപ്പമൊന്നുമില്ല. ചെസ്റ്റ് പീസും അതിൽ നിന്ന് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞേ. മയോണൈസ് ഞാൻ പിന്നെ വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം ഒന്ന് മുക്കി നോക്കിയതാണ്. ഞാൻ പൊതുവേ മയോണൈസിന് ഭയങ്കര എതിരാണ്. ഇതിനായി വെറുതെ ഫാറ്റകത്താക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഫാറ്റ് നമ്മളകത്തേക്ക് പോകുന്നില്ലേ, നല്ലതും ചീത്തയെല്ലാം ആയിട്ട്. അങ്ങനെ മന്തിയും കഴിച്ച് കഴിഞ്ഞ് അപ്പം ബിരിയാണിയും മന്തിയും ഏകദേശം 3/4 മണിക്കൂർ കൊണ്ട് കഴിച്ച് കഴിഞ്ഞ ശേഷം ഒരൈറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കരമായിട്ട് സ്വിഗ്ഗിയിലെല്ലാം ഓർഡർ വേൾഡ് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഓർഡർ ചെയ്തത്. ഇത് ഐറ്റം കണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെയാണ് കിഴി പൊറോട്ടയാണ്. ഒരു പൊറോട്ട ഇട്ട് അതിൻ്റെ മേലെ അവരെ സ്പെഷ്യൽ ചിക്കൻ കറി വെച്ച് പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും വെച്ച് അതിൻ്റെ മേലെ ഒരു പൊറോട്ട വെച്ച് എന്നിട്ട് ഇതാ ഈ തവയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കും വാഴയിലയിൽ കെട്ടിയ ശേഷം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ മുമ്പിലേക്ക് എത്തും. എന്നിട്ട് ഈ വാഴയില തുറക്കുമ്പോൾ ഒരു മണം വരാനുണ്ട് മക്കളെ. ഊഫ് എൻ്റെ അമ്മോ, കയ്യിൽ നിന്ന് പോകും കേട്ടാ. അതെൻ്റെ മൂക്കിനും വായിലും ആടി ഇടി എടിയല്ലോ തട്ടിത്തറിഞ്ഞ് പോകുന്നുണ്ടേനു. നേരത്തെ വെച്ച ആ പുഴുങ്ങിയ മുട്ടയെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നൊന്ന് നോക്കി ഉറപ്പാക്കിയ ശേഷം ആ ചിക്കൻ കറിയിൽ കുതിർന്ന താഴത്തെ പൊറോട്ടയില്ലേ അതിനെ പതുക്കെ അങ്ങോട്ടൊന്ന് അറ്റത്തുനിന്ന് പറിച്ചെടുത്തേ. അതിൻ്റെ മേലെ ഒരു തേങ്ങാക്കൊത്തെല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട് കോഴീൻ്റെ പീസില്ലേ അതും ഇതാ 2 കഷ്ണം ഇങ്ങനെ പറിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് എന്നിട്ട് ആ പുഴുങ്ങിയ മുട്ടേന്ന് ഒരു കഷ്ണം അതിൻ്റെ മഞ്ഞോട് കൂടി ഇങ്ങോട്ടെടുത്ത് എന്നിട്ട് ആ ചിക്കൻ കറിയിലെല്ലാം കുതിർന്നിട്ടില്ല ആ തേങ്ങാക്കൊത്തെല്ലാം വെച്ചിട്ടില്ല ആ ചിക്കൻ പീസെല്ലാം വെച്ചിട്ടുള്ള പൊറോട്ടയില്ല അതിൻ്റെ മേലെ ചേർത്ത് വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചേ. കുറേ കാലത്തിന് ശേഷം കിഴി പൊറോട്ട കഴിച്ചേ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഉപ്പിട്ട് ഒരു പൈനാപ്പിൾ ലൈമും കുടിച്ചിന്. അപ്പോൾ സ്പോട്ട് താഴെ ചൊവ്വ ചാല റോട്ടിൽ കീഴ്ത്തല്ലിയുള്ള നാസ് റെസ്റ്റോറൻറ്റാണ്. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് ഇതാ ഇങ്ങനെ വേണം കേട്ടോ പോയി. ഇതിൻ്റെ മുമ്പ് തന്നെ വണ്ടി നിർത്തിയിടുകയും ചെയ്യാം.
അങ്ങനെ ഇവിടുന്ന് പോവാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തു. അത് ഇവിടുത്തെ കോക്ടെയിലാണ്. അത് ഞാനിവിടുന്ന് മന്തി കഴിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടിപ്പുറത്തെ ടേബിളിലിരുന്ന ഒരാളും അയാളുടെ കുട്ടിയും പിന്നെ കുട്ടീൻ്റെ അമ്മമ്മയും കൂടെ ഇവിടുന്ന് കോക്ടെയിൽ കുടിക്കുന്ന കണ്ടിട്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്നല്ലോ. എന്നാൽ പിന്നെ ഞാനും വിചാരിച്ചു ഒന്ന് കുടിച്ച് നോക്കി കളയാമെന്ന്. കണ്ണൂരിലെ ഒട്ടുമിക്ക കോക്ടെയിലും ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഒരു കോക്ടെയിൽ കുടിക്കാൻ പോകുന്നത്. കുറേ വേവിച്ച ക്യാരറ്റും കുറച്ച് പഴുത്ത പപ്പായയും പഞ്ചസാരയും കട്ടപ്പാലും കുറച്ച് വെള്ളം പോലത്തെ പാലും പിന്നെ 2-3 സ്കൂപ്പ് ഐസ്ക്രീമും. അതാണ് ഇവിടുത്തെ കോക്ടെയിലിൻ്റെ ഒരു റേഷ്യോയെ. ഇനിയിപ്പം കുറേ ആൾ പറയും ഇത് കോക്ടെയിൽ അല്ല, ഇത് വേറെ ഷെയ്ക്കാണ്, ആ ഷെയ്ക്കാണ് എന്നല്ല. കറക്റ്റ് ആ ഷെയ്ക്ക് തന്നെയാണ്. പക്ഷേ കണ്ണൂരുകാർക്ക് ഇത് കോക്ടെയിൽ ഷെയ്ക്കാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നല്ലോണം അടിച്ചിട്ട് ആ ഡ്രമ്മിലാണ്ട് ഒഴിച്ച് വെക്കും. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് ആ ഗ്ലാസ്സിൽ കുറച്ച് ഇതിടും, ഒന്ന് പൊമോഗ്രാനൈറ്റ് ഇടും, പിന്നെ അണ്ടിപ്പരിപ്പ് ഇടും. എന്നിട്ട് ഇങ്ങനെ പൊന്തിച്ച് ഒഴിച്ച് തരും. പിന്നെ നമ്മൾ കുടിച്ചോളാം. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റിലാണ് കോക്ടെയിലിന് ഇത്. എന്നിട്ട് പിന്നെ ഞാൻ നേരെ ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയി കുറച്ച് പണിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് പയ്യാമ്പലം ബീച്ചിൽ പോയി ഒരു 3/4 മണിക്കൂർ നേരം ഒന്ന് നടന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങിയേ. ഒരു ചൈനീസ് ഐറ്റം കഴിക്കാനുള്ള ചെറിയൊരു മൂഡ്. പിന്നെ ഗൂഗിളിലെല്ലാം നോക്കി 2-3 ഐറ്റംസും സ്പോട്ടെല്ലാം നോക്കിയിട്ട് ഒരു സ്പോട്ടിൽ പോയി. എന്നിട്ട് ആടുന്ന് ഒരു ട്രിപ്പിൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത്. ഇത് ഇവിടുത്തെ ഒരു പുതിയ ഐറ്റമാണെന്ന് അവർ പറഞ്ഞത്. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കനാണേ. ചിക്കനുണ്ട്, ബീഫുണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ മിക്സഡ് എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ അധികം ഹെവി ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ലൈറ്റായിട്ട് ചിക്കൻ മതീന്ന് പറഞ്ഞ്. ഇതിൻ്റകത്ത് ഫ്രൈഡ് റൈസ് ഉണ്ട്, നോർമൽ നൂഡിൽസ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് നൂഡിൽസും ഉണ്ട്, പിന്നെ അതിൻ്റെ മേലെ ഒരു ബുൾസൈ ഉണ്ട്. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ഉള്ളിൽ ആടി ഇടിയെല്ലായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ട്, പിന്നെ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള എഗ്ഗും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ദാൽ ഫ്രൈ ആക്കിനി. പിന്നെ ഇന്നലെ വാങ്ങിച്ച പൊറോട്ട ഉണ്ടായിരുന്നു, പാക്കറ്റ് പൊറോട്ട ആട്ട. അങ്ങനെ ആട്ട പൊറോട്ടയും ദാൽ ഫ്രൈയും കഴിച്ച്. കുറച്ച് തൈരും കൂട്ടീന് കേട്ടോ അതിൻ്റെ കൂടെ. മൊത്തത്തിൽ കഴിച്ചാലും ഒന്ന് ദഹിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ അല്ലേ. ആ പിന്നെ വീട്ടിൽ വാങ്ങിച്ച ഒരു ഷവർമേൻ്റെ പീസും ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാന്ന് തോന്നുന്നു ഇപ്പോൾ എൻ്റെ വയറ് ശരിക്കും ശരിയായിട്ടില്ല കേട്ടോ.